हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। आई एम आरती। तो दोस्तों, आज हम देखने वाले हैं एको फिल्म को। इस फिल्म में लीड रोल में है संदीप प्रदीप, विनीत, नरेन, सौरभ सचदेव, बिनू पप्पू एंड बियाना मोमिन। और दोस्तों, इस फिल्म को डायरेक्ट किया है दिलजीत अय्यथन ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच एको। लेट्स वॉच द जर्नी नॉट द डेस्टिनेशन। മോഹൻ ബോത്തൻ സാറ് അപ്പുട്ടി അതെ. ആ ഞാൻ കഴിച്ചിട്ടാണ്. ഫൈൻ, നമുക്കത് വിടാം. ഓ ഈ ബാഗൊക്കെ ഒന്ന് ജീപ്പിലേക്ക് വെച്ചേ. ഓ അതുകൊണ്ട് മലകളിലെ ഒരു പൽചക്രമായ ഏരിയ ഇങ്ങനെ പിണഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കയറി. ഒന്ന് കേരളമാണെങ്കിൽ തൊട്ടപ്പുറത്തെ മല കർണാടക. പണ്ടേ പറയാറുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ഏത് സ്ഥലം വീടും കുര്യച്ചന്റെ അല്ലാതെ. കുര്യച്ചന്റെ കാര്യം തന്നെയാ പറഞ്ഞ. മൃഗീർ കുര്യച്ചൻ ല്ലേ? അത് ശരി. അപ്പുട്ടി ബാഗ് എടുത്ത് നടന്നോ, ഇത് ഞാൻ കൊണ്ടുവന്നോളാം. किसके अंदर भौंक रहा था वो? बैग के अंदर। अच्छा नहीं, इसके अंदर केज है, ऐसा नहीं। पिंजरा है। कुत्ता ही होगा। हाँ, डॉग की आवाज आ रही है। बाग कर रहा हूँ। जा क्यों रहा होगा वहाँ ये? वाह, कितनी खूबसूरत जगह है ना। कितना खतरनाक कर रहा हो। ऐसा टूर गाइड होगा ना इसका ये। हाँ शायद। എന്നാലും സാറിന് ഒരു വല്ലാത്ത कितनी ഐഡിയ. ब्यूटीफुल लोकेशन है। എന്ത്? ഈ ജാലസന്ധതി ഒപ്പിക്കൽ പരിപാടി. കാട്ടുകുന്നേലുള്ള പട്ടികൾ ഏതാണ്ട് മുറ്റ ഇനമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കാണാനും കിണിവെക്കാനൊക്കെ വരാറുണ്ട്. മുതല് നേരെയാ. ഞാനും കുര്യച്ചനും പണ്ട് അതിനെ കുറിച്ച് പഠിക്കാൻ മലേഷ്യ പോയിട്ടുണ്ട്. കുര്യച്ചൻ പിന്നെ പട്ടികളെ ക്രോസ് ആയി പോയി. നിലവിൽ ഈ ബ്രീഡിന്റെ നല്ല തന്തയ്ക്ക് പിറന്ന വെർഷൻ ഉള്ളത് നിങ്ങളുടെ ഈ കാട്ടുകുത്തി മാത്ര. മുന്നോട്ട് കിടക്കണം. അപ്പുട്ടി, ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിക്കോ. ഓ जिस तरह से उस लोकेशन में दिखा रहे हैं ना, वो बहुत खूबसूरत लग रहा है। ഇതെന്താ മലാധികാരി? अच्छा, वो भी वही रहती है। പരിചയക്കാരെന്ന് പറഞ്ഞിട്ട് കുടുംബത്തെ ഒന്നും അതിന് പരിചയമില്ലേ? എത്ര എണ്ണെന്ന് വെച്ചിട്ടാ? പിന്നെ കുര്യച്ചന്റെ സമയം തെളിഞ്ഞെന്ന് പറയാം. ചേട്ടത്തേക്ക് ചില മലേഷ്യൻ കൂടുതൽ വശമുണ്ടെന്ന് ഒരു പറച്ചിലുണ്ട്. നടക്കുന്നു. എന്താ അന്വേഷണം? 5-6 കൊല്ലമായില്ലേ. ഒരിക്കലെങ്ങാണ്ട് പെരുമ്പാവൂരുള്ള പെണ്ണുമ്പിള്ളെ കാണാൻ പോയത് പത്രത്തിലുണ്ടായിരുന്നു. ऐसा क्या किया होगा उसने जो पुलिस ढूंढ रही है उसे? इलीगल काम अब निकाल दो उसने। ये है। സുന്ദരി അല്ലേ അപ്പൂട്ടി? ഇവിടെ ഉള്ളവന്മാരുടെ തപസ്സുകളൊക്കെ ഇവള് പോരെ. എനിക്ക് ഈ പട്ടിയുടെ കാമശാസ്ത്രം ഒന്നും അറിയത്തില്ല. हस्की है तो नहीं? ലോഡായോ ഇല്ലയോന്ന് എങ്ങനെ ഉറപ്പിക്കും? नहीं, वो पता नहीं कुछ है, वो ब्रीड है। അപ്പൊ കഴിക്കാനൊക്കെ नहीं है हस्की। 3 ആഴ്ച ഇച്ചിരി തട്ടിയില്ലെങ്കിലേ ഉള്ളൂ. ये उसने बांध के रखा ना उसको, ताकि वो कहीं जा ना पाए। Echo from the Infinite Chronicles of 8 months later. 8 महीने बाद उसी जगह आ रहा कोई ना। അതെ, ഇനിയും വലിപ്പിച്ചാ പുക വരും. इस बार कोई और आ रहा है। ചിലപ്പോ കാര്യം തീർത്ത് ഡോക്ടറെ പറഞ്ഞു ഇരുട്ട് തന്നെ കുന്നിറങ്ങണം.
ഡോക്ടർ തന്നെ ആണല്ലോ അല്ലേ? ആ എന്തായാലും നീ ചേട്ടത്തിയുടെ കൂടെ തന്നെ ഇരിക്കണം. കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇത്രയും പൊക്കത്തിലുള്ള ആൾട്ടിറ്റ്യൂഡ് അല്ലേ? മിച്ചവൻ ഈ കയറണം എന്നപ്പോഴും കപ്പളങ്ങിയും നിങ്ങളുടെയാണോ അല്ല ഇവിടെ ഇങ്ങനെ കഴിയണ? जस्ट ये डॉग है. എന്നാ വിളിക്കുന്നേ? ये तो उसी की बीवी है ना ഡോക്ടർ പേര് തന്നെ എന്റെ ചോദിച്ചു. किसकी? जिसके बारे में बात कर रहे थे. हाँ शायद. ശരി, ഞാൻ ഡോക്ടറെ ജീപ്പിലാക്കിയിട്ട് വരാം. ഇത്രയും ഹൈറ്റിലാകുമ്പോൾ പ്രഷർ കൊണ്ടും ഇയർ ബേൺസ് പ്രശ്നം വരും. ആ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണല്ലേ? ഞാൻ സ്റ്റാൻഡ് വെച്ച് തന്നെ കൊടുത്തു. ഇങ്ങോട്ടാന്ന് പറഞ്ഞാൽ മൊത്തം പൈസ അഡ്വാൻസ് കൊടുക്കണം, എന്നാലും ജീപ്പ് ഇറക്കത്തുള്ളൂ. है तो कैसा? कोई भी नहीं हुआ आसपास. सुनसान जगह है. ഇതൊന്ന് പൊക്കിക്ക്. ऐसे बातचीत क्या कर रहे हैं? പോലീസുകാർ ഏർപ്പാടാക്കിയ സെറ്റപ്പാ. अच्छा 7:15 പുറപ്പെട്ടെന്ന് പറഞ്ഞ കേട്ടായിരുന്നോ? ആ 8 മണിക്കുള്ളിൽ ജീപ്പ് അടിവാരത്തെത്തിയില്ലെങ്കിൽ അവിടെ ഉള്ളവര് പോലീസിനെ അറിയിക്കണമെന്നാ. वो भी डर के डॉक्टर. तो रिस्क किससे होगा? जंगली जानवरों से? इन कुत्तों से तो नहीं होगा कहीं? बता नहीं. वो तो बोल रहा था ना पुलिस को इन्फॉर्म कर देंगे. അങ്ങനെ മുമ്പ് ചെന്ന് പൊക്കാനുള്ള പാച്ചിലല്ലായിരുന്നോ? മറ്റന്നാളെ മറ്റന്നാ എന്നാ? മറ്റന്നാളെ പോസ്റ്റ് ഓഫീസ് കാലത്തൊട്ടുണ്ടല്ലോ ഏട്ടത്തി. കുഴപ്പമാണോ? വേറെ ഉടനെ കാണും. അതിന്റെ अच्छा प्रेग्नेंट हुई ना? ये किसकी फोटो होगी? उसी की तो नहीं है जब वो जवान थी. ऐसा नहीं, उसकी बेटी की फोटो होगी. वहाँ लाइट भी नहीं होती ना. लाइट भी नहीं हो. हाँ लैंप चला रहे हो ना. പോയി ചേട്ടത്തെ ഉള്ളാൻ പോണെങ്കിൽ വിളിക്കണേ. ഇങ്ങനെ കാലയിലിരുത്തി മുള്ളി പറഞ്ഞെന്നും വെച്ച് ആളെ കിടപ്പ് രോഗിയാക്കല്ലേ. किसको लिख रहा होगा खत? वाओ. कितना मस्त है ना. कौन था वो? उसका दोस्त था शायद. എന്റെ സമാവർത്തനത്തിന് ഇതിനൊരു സാധനം തീർന്നു. അത്ര കുഴപ്പമാണ് നിങ്ങളുടെ നാട്ടുകാർക്ക്. ആ പിന്നെ നീ പോയപ്പോ തലയിട്ട് ചോദിച്ചതാ. ആ ഇപ്പൊ എങ്ങനെ പരിപാടി? ഞാൻ പോസ്റ്റ് ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു. ആ ഇന്ന് ശമ്പള ദിവസം ഇവനെ അല്ലോം പറ്റിയ സ്ഥലവും പറമ്പൊക്കെ കേസിൽ കുടുങ്ങി പോകില്ലേ? अच्छा ये उसका मतलब കൂട്ടുകിടക്കാൻ പോണേ? ये उसकी देखभाल कर रखा बस. അച്ഛനറിയോ നീ എഴുതുന്ന കാര്യം? അത് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഇവിടെ നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ലെങ്കിലേ. അത്രക്ക് വെളിവുണ്ട്. പിന്നെ പാപ്പച്ചൻ സാറാ ആണോ? ഇവിടെ ഓക്കെ. അപ്പൊ പൂരിപ്പിച്ച മല്ലൻ്റെ കൂടെ കറക്കാന്ന് കേട്ടു. वही तो. നീ ഒന്ന് കൂടാ. കഞ്ഞി അരി ഒട്ടുമില്ലേ? ഉണ്ട്. അപ്പൊ അവര് കഞ്ഞി വെച്ച് കുടിച്ചോളൂ. നീ കയറ. എനിക്കറിയാന്നൊക്കെ പാപ്പൻ സാർ അറിയാലോ. അപ്പൊ സാറേനെ ഒന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. കയറാ പറയാ. കയറി കയറി കയറി. क्या पूछ रहे हो?
നാടാന്നോ? ആ പത്തനംതിട്ട. ഇവിടെ വന്നിട്ടിപ്പോ कितना घना जंगल है ना वहाँ। പിന്നെ മക്കള് രണ്ടും ബോംബെയിലും ഗൾഫിലൊക്കെ ആയിട്ടാ. അപ്പൊ ഇളയ മോനാ പരിചയക്കാരനോട് പറഞ്ഞത് ജോലിക്ക് ആളെ വേണമെന്ന്. ഈ മ്ലാത്തി ചേട്ടത്തി മലയാളത്തിലാണോ സംസാരമൊക്കെ? പണി, റെയിൽവേ പണി, മരപ്പണി, INL ചേരാൻ പോയതുപോലെ ഓർക്കുന്നില്ലേ? ചിലർ അവിടെ നിന്ന് പെണ്ണ് കെട്ടി അവിടെ തന്നെ കൂടും. വേറെ ചിലർ പെണ്ണും പിള്ളേം കുട്ടി. മക്കളെ പറ്റി പറയുന്ന ചേട്ടത്തേക്ക് ഏതാണ്ടാവല. പിന്നെ നമ്മളിനി പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴാണ് കൃത്യം അബ്സ്കോണ്ടിങ് ആയി 6 വർഷത്തിനിടെ മൊത്തം 14 തവണ ചേട്ടത്തി കുര്യച്ചൻ്റെ കത്തുകൾ വന്നിട്ടുണ്ട്. നാട്ടുകാരും സ്ഥലത്തുനിന്നാ പോസ്റ്റ് ചെയ്തത് മാത്രം മനസ്സിലായി. ഇതിനു മുമ്പ് ആരെങ്കിലും പിയൂസിനെ വന്ന് കണ്ടിട്ടുണ്ടോ കുര്യച്ചനെ കുറിച്ച് അന്വേഷിക്കാൻ? പോലീസ് പേരൊന്നും പറഞ്ഞില്ല. പക്ഷെ ലേശം പെശക ലൈനായിരുന്നു. കുര്യച്ചനെ കുറിച്ച് വിവരം കിട്ടുവാണെങ്കിൽ കത്തയക്കണമെന്ന് പറഞ്ഞു കോഴിക്കോടുള്ള ഏതൊരു വാരി കിളികൾ അച്ചടിച്ചതിന് 71 അടച്ചു പൂട്ടിച്ചത്. നക്സൽസ്? അതെന്താ? അല്ല, സർക്കാർ റിവാർഡ് അനൗൺസ് ചെയ്ത ആളല്ലേ. നക്സലേറ്റാർക്ക് പിടിച്ചെടുത്തിട്ട് എനിക്കെന്നായിട്ടാണ്. പിന്നെ നവമാരൻ്റെ പെടലേക്ക് പിടി. കുറച്ചുകൂടി ഗുണമുള്ളൊരു റിസ്ക് ഞാൻ പറയട്ടെ. വിവരം കിട്ടുമ്പോൾ നീ അത് എനിക്കാണ് തരുന്നതെങ്കിൽ സർക്കാർ റിവാർഡിനേക്കാൾ ഒരു ശകലം കൂടെ കൂട്ടിയിട്ട് ഞാനത് പിയൂസിന് തരും. വാട്ട് യു സേ? കുര്യച്ചൻ നേവിക്കാർക്കും പട്ടിക്കുന്നുള്ള സപ്ലൈ ഇടപാടുണ്ടായിരുന്നു മംഗലാപുരത്ത്. നേവിയിലും ഡോക്ടറോടുണ്ട്. പുള്ളി ഇത് ബ്രീഡ് ചെയ്ത് എവിടെ വരെ പോയി? കുര്യച്ചൻ എങ്ങാനും പോലീസുകാർ ജീവനോടെ തപ്പിയെടുത്ത നേവിക്കാരൻ എന്ത് ആള് കുറച്ച് നാളായിട്ട് സസ്പെൻഷനല്ല. കേസ് എന്ന് പറഞ്ഞു. കേസ് കുര്യച്ചൻ വാ തുറന്നു കഴിഞ്ഞാൽ നേവിക്കാരൻ പെട്ടു. ഇതാ അവസ്ഥ. കൈയൊടിയെന്ന് മാത്രമല്ല, കൂടെ നിന്നവന്മാർ തന്നെ ചിലപ്പോൾ തീർക്കാനും നോക്കും. ഇനിയും വലിയ ആവശ്യക്കാർ है कहाँ है कुरियचन लेकिन पता है साहसी को अभी तक दिखाया नहीं उसे कौन है। ഉറപ്പാണ്. നിന്റെ ഈ നേവിക്കാരന് इतने सारे लोग ढूंढ रहे हैं उसे। പക്ഷെ നീ ചേട്ടത്തിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളാ കറങ്ങിടക്കുന്ന ആ കാട്ടുകുന്നാണെങ്കിൽ കാറ്റ് വിസിലടിക്കുന്ന സ്ഥലം. കരഞ്ഞാൽ പോലും ആരും കേൾക്കുക. ഏത് തന്നെ അതയുടെ കയ്യിൽ നിന്ന് വീണായിരിക്കും. കയ്യിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീട് പൊട്ടുവാണെങ്കിൽ തൊട്ട് കഴിയുള്ള പൊന്തക്കാട്ടല്ലേ വീഴുള്ളൂ. एक लाइट वाले ने, लाइट वाला था कि कौन था वो? नहीं, उसने तो निकाल के फेंका था वो। क्या गायब हो गया? जंगल में चला गया वो भी। पता नहीं कौन है वो आदमी। नहीं, पहले भी तो था वो। भाग क्यों रहा है? शायद दूसरे रास्ते से जा रहा होगा ना। ये तो घर चले गए ना? तो घर गया है तो कहाँ है इसकी माँ? वही है क्या वो? अच्छा, ये तो रही। ये डर गया था, ऐसा लगा इसे तो मार दिया। हाँ, अच्छा, इसके बच्चे 3 पपी। വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല. ഇനി പട്ടികളെ കണ്ട് പേടിച്ചിട്ടാണോ? കാണാൻ എങ്ങനെ ഇരിക്കും? ഒരു 10 മീറ്റർ അപ്പുറത്താണ് ഞാൻ കണ്ടത്. പിന്നെ അവളെ ഓടിയപ്പോഴാണല്ലോ സംശയം തുടങ്ങിയത്. കുര്യച്ചൻ എങ്ങനെയാ ഈ നെക്സൽസിന്റെ റഡാർ? ഞാൻ നന്നായി ചിരിക്കും പാപ്പച്ച, സോഫ്റ്റായി സംസാരിക്കും. അമ്മച്ചി പഠിപ്പിച്ചതാ. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം. അതിന് കമ്മീഷൻ വേണ്ട. वापस रख दिए उसने पैसे।
സാറ് കക്കയം പോലീസ് ക്യാമ്പ് കേട്ട് കാണുമല്ലോ അല്ലേ? തായ്ശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന കാലം ഒരു പട്ടിയും കൊണ്ട് കുറെ പേരന്ന് നക്സൽ ലേബൽ അകത്തായിരുന്നല്ലോ. ഉരുട്ടി പദം വരുമ്പോ അകത്താ കയറിയ ആളും കുര്യച്ചനും. ഓ അന്ന് കുര്യച്ചൻ എന്തൊക്കെ പറഞ്ഞെന്നോ ആ പട്ടി എന്തൊക്കെ ചെയ്തെന്നോ അന്ന് ആ മുറിയിൽ കയറി അനുഭവിച്ചവർക്ക് മാത്രമേ ഇന്നും അറിയൂ. है ब्रेक फेल कर दिए। ब्रेक हाँ, किसने कर दिए फेल? ऐसे कैसे काट दी? ये तो जाएंगे पहाड़ी से नीचे, क्योंकि वहां तो बस ओहो वहाँ तो शायद ढलान है ना, उसमें तो गाड़ी रुकेगी भी नहीं। शिट है കണ്ണടച്ചോ, ചില്ലി തെറിക്കും. ओहो नीचे गिरने वाला था हाईवे। बच के दोनों। इतना सा बचे हो। जब तक कुरियचन नहीं किया होगा इनके हाँ गाड़ी तभी के तो ब्रेक बोल रहा फेल था मैं तुम्हें लेके लिए बिना नहीं जाऊंगा। ओह उसको पता चल गया।